വലിയ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ സാക്ഷാത്കരിക്കാനുള്ള ആ ഒരു ഊർജ്ജം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ എന്നും അല്ലെങ്കിൽ വേണ്ട നാളെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ തുടങ്ങാമെന്ന് വിചാരിക്കാറുണ്ടോ? പക്ഷേ ആ നാളെ ഒരിക്കലും സംഭവിക്കാറുണ്ടാവില്ല, അല്ലേ? ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയി ഒന്ന് ഫിറ്റ് ആകണം എന്നൊക്കെ ആവും. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ പാട്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹം. അതും അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള ആഗ്രഹം. എന്താണെങ്കിലും അത് തുടങ്ങുന്നതിന് പകരം നമ്മളെന്താ ചെയ്യാം? ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും. അനുഭവമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിലും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മോചനം ലഭിക്കും? ഒരു 5 മിനിറ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ അലസതയുടെ മടിയുടെ ചക്രത്തിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെ കെട്ടിപ്പടുക്കാം, നിങ്ങളുടെ സന്തോഷങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നൊക്കെയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. നമ്മളിങ്ങനെ എല്ലാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നത് നമ്മൾ മടിയനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മടിച്ചായതുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്. അല്ല, മറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര വലുതായി നമുക്ക് തോന്നുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും, അയ്യോ അത് കുറേ വലുതാണ്, ഹാർഡാണ്, നമുക്ക് കുറച്ച് എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളത് വൈകിക്കുന്നു, മാറ്റി വയ്ക്കുന്നു, നിങ്ങളതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നു. നാളെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യാതെ കാലം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ മടി മാറ്റാൻ പറ്റുമോ? പറ്റും. കാരണം മടി എന്ന് പറയുന്നത് ഒരു ശീലം മാത്രമാണ്. ശീലങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റില്ലേ? തീർച്ചയായും പറ്റും. നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം, അല്ലേ? ഒരു കഥ പറയാം. ജെ.കെ. റൗളിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മളെ ഹാരി പോട്ടറിൻ്റെ രചയിതാവ്. ഇന്ന് അവർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയൊരു എഴുത്തുകാരിയാണ്, അല്ലേ? എന്നാൽ അതിനൊക്കെ മുമ്പ്, അവരുടെ പുസ്തകങ്ങൾ ലോകം അറിയുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു. ആകെ സാമ്പത്തികമായും മാനസികമായും തകർന്ന്, ആദ്യത്തെ കല്യാണമൊക്കെ ഡിവോഴ്സായി, അതിലൊരു കുട്ടിയുണ്ട്, അതിനെ നോക്കാൻ നിവൃത്തിയില്ല. അതിനൊക്കെ പുറമെ ഈ അവസ്ഥകൾ കൊണ്ടുണ്ടായ ആകെ ഉള്ളൊരു ഡിപ്രഷനും. ഒരു ഫാൻറ്റസി നോവൽ എഴുതണമെന്ന് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ അത് അസാധ്യമാണെന്ന് അവർക്ക് തോന്നിയിരുന്നു. അവർക്ക് പറയാമായിരുന്നു, ഈ നോവൽ എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാളെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ. അവരങ്ങനെ കരുതുന്നതിന് പകരം എന്ത് ചെയ്തതെന്ന് അറിയോ? അവരുടെ സ്വപ്നത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി, ഘട്ടം ഘട്ടമാക്കി. അവർ കഫേകളിലൊക്കെ പോയിരുന്ന് എഴുതി. അവരെഴുതുമ്പോൾ മകള് അടുത്ത് ഉറങ്ങുന്നുണ്ടാവും. ഒരു ദിവസം 7 പുസ്തകങ്ങളൊന്നും എഴുതാൻ അവർ ശ്രമിച്ചില്ല. ഒരു ദിവസം ഒരു അധ്യായം പോലും പൂർത്തിയാക്കാൻ അവർ ശ്രമിച്ചില്ല. അവർ ഒരു പാരഗ്രാഫ് എഴുതാൻ നോക്കി, ഒരു പേജ് എഴുതാൻ നോക്കി, ഒരു സീൻ എഴുതി തീർക്കാൻ നോക്കി. അങ്ങനെ ആ ചെറിയ സ്ഥിരമായ അവരുടെ ശ്രമങ്ങളാണ് പിന്നീട് 50 കോടി കോപ്പികളിലധികം വിറ്റുപോയ ഹാരി പോട്ടർ എന്ന സൃഷ്ടിക്ക് കാരണമായതും അതുവഴി അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചതും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, ജെ.കെ. റോളിങ് ആ ഒരു പെർഫെക്റ്റ് നിമിഷത്തിന് വേണ്ടി കാത്തുനിന്നില്ല. എല്ലാം ഓക്കെ ആയിട്ട് നോവൽ തുടങ്ങും, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് കാത്തുനിന്നില്ല. ചെറുതായിട്ട് തുടങ്ങി. അപ്പോൾ അവർക്കുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി. ഇനി മടിയിലേക്ക്, ലേസിനെസ്സിലേക്ക് തിരിച്ചു വന്നാൽ എന്തുകൊണ്ടാണ് ഈ മടി ഉണ്ടാകുന്നതെന്നറിയോ? അതൊരിക്കലും നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ ചെറുതായി കാണുന്നതുകൊണ്ടല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലായി വർക്ക് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, വേദനകളൊക്കെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കാനും കംഫർട്ടുള്ളത്, ആശ്വാസമുള്ളത് ചെയ്യാനും. വലിയൊരു ടാസ്ക് കിട്ടുമ്പോൾ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി ചിന്തിക്കുന്നത്, ഓ വേദന, ചെറിയ ടാസ്ക് ആണെങ്കിൽ ആശ്വാസം, അങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, തലച്ചോറിനെ ഔട്ട് സ്മാർട്ട് ചെയ്യുക, മറികടക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ വലിയ വലിയ ടാസ്കുകളുണ്ടല്ലോ, അത് ആലോചിച്ചാൽ തന്നെ അല്ലെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, അല്ലേ? അപ്പോൾ അതിനെ ചെറുതാക്കുക. ഉദാഹരണത്തിന് ഒരു ബുക്ക് എഴുതണം, അതിന് തന്നെ 200 പേജ് ബുക്കിനെ പറ്റി ചിന്തിക്കേണ്ട, ഒരു സെൻറ്റൻസ് എന്ന് എഴുതുക. ഗിറ്റാർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മുഴുവൻ പാട്ടും പഠിക്കാൻ ശ്രമിക്കാതെ ഒരു കോഡ് മാത്രം വായിക്കുക. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാതെ സിമ്പിളായിട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് തുടങ്ങുക. വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പഠിച്ച് നിൽക്കുകയാണോ? ഒരു ചെറിയ റൂം ക്ലീൻ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഒരു മല കയറുന്ന പോലെ സങ്കല്പിക്കാം. നിങ്ങൾ ഒറ്റച്ചാട്ടത്തിന് മലൻ്റെ മുകളിൽ എത്തുന്നില്ലല്ലോ. നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നു, പിന്നെ അടുത്തത്, അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ആ വിജയങ്ങൾ ചേർത്ത് വെച്ച് നിങ്ങൾ മലയുടെ മുകളിലെത്തുന്നു, അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനെ പറ്റി പറയാം. നമ്മളെ ഇച്ഛാശക്തിയെ എപ്പോഴും ആശ്രയിക്കരുത്. ഇച്ഛാശക്തി എന്ന് പറയുമ്പോൾ ഞാൻ ബുക്ക് എഴുതും, അല്ലെങ്കിൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും, ആ ഒരു ഇച്ഛാശക്തി സാവധാനം മങ്ങും. പക്ഷെ അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കിയാലോ നമ്മളത് യാന്ത്രികമായിട്ട് ചെയ്തു പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ പിറ്റേ നമുക്ക് ജിമ്മിൽ പോകണം. കിടക്കുന്നതിന് മുമ്പ് ആ ജിമ്മിലേക്ക് ഇടുന്ന ഷൂ ബെഡിൻ്റെ അടുത്ത് വയ്ക്കുക. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ അത് കാണും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഡെസ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ കാണുന്നിടത്ത് വയ്ക്കുക. വായന തുടങ്ങുന്ന ആഗ്രഹമുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാം? ഒരു പുസ്തകം എടുത്ത് നമ്മൾ കിടക്കാൻ പോണ തലയണൻ്റെ മേലെ വയ്ക്കുക. നമ്മൾ കിടക്കാൻ പോകുമ്പോൾ എന്തായാലും അത് കാണും. നമ്മൾ 2 പേജെങ്കിലും എടുത്ത് വായിക്കും. ദിനചര്യകൾ അല്ലെങ്കിൽ റൂട്ടീൻസ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളുടെ സൈക്കിളിൻ്റെ ഓരോ സൈഡിൽ നമ്മൾ ചെറിയ ചക്രങ്ങൾ പിടിപ്പിക്കുന്നുണ്ടല്ലേ,
അതുപോലെയാണ്. ട്രെയിനിങ് വീൽസ് എന്നാണ് അതിന് പറയുക. കുട്ടികൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് വയ്ക്കും. അവർ വീഴാതെ ഓട്ടാനായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കും, അല്ലേ? അതേപോലെയാണ് ദിനചര്യകൾ. ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാനാവുന്നവരെ ഈസിയാക്കി തരും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് 2 മിനിറ്റ്സ് റൂള്. ഏതൊരു കാര്യത്തിനും ബുദ്ധിമുട്ടുള്ള പാർട്ട് എന്താണ്? അതൊന്ന് തുടങ്ങിക്കിട്ടുക, അല്ലേ? അപ്പോൾ എന്ത് കാര്യം തുടങ്ങാൻ വിചാരിച്ചാലും നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുക, ഞാനത് 2 മിനിറ്റ് മാത്രം ചെയ്യും. വായന തുടങ്ങണം, 1 പേജ് വായിക്കുക. വീട് അല്ലെങ്കിൽ കിച്ചൺ വൃത്തിയാക്കണം, 1 മൂല മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ റൂം ചെയ്യുക. അത് പഠിക്കണം, ബുക്ക് തുറന്ന് വെച്ച് 2 മിനിറ്റ് വെറുതെ നോക്കുക. വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലായി നിങ്ങളതിൻ്റെ ബാക്കി ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ നാരായണത്തുറാന്തൻ്റെ കഥ കേട്ടിട്ടില്ലേ? വലിയ കല്ല് കഷ്ടപ്പെട്ട് ഉരുട്ടി മലൻ്റെ മുകളിൽ വരെ കൊണ്ടുപോയിട്ട് മേലെ ഉരുട്ടി താഴേക്കിടും. എന്നിട്ട് ആ കല്ല് ഉരുണ്ട് പോകുന്നത് നോക്കി കൈ കൊട്ടിച്ചിരിക്കും. ആ കല്ല് പോലെയാണ് ശീലങ്ങൾ. ഉരുട്ടി മേലേക്ക് എത്തിക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടാകും. മേലെ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആക്കം കൊണ്ട് കല്ല് താഴേക്ക് കുതിക്കും. ശീലങ്ങൾ അങ്ങനെയാണ്. ആ ഒരു ആക്കം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുതിച്ച് മുന്നോട്ട് പോകും. ഇനിയൊരു ബോണസ് ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയ തുടക്കമല്ലേ നമ്മൾ ചെയ്താൽ, അതിന് നിങ്ങൾ സ്വയം ഒരു റിവാർഡ് കൊടുക്കുക, പ്രതിഫലം കൊടുക്കുക. ആ പറഞ്ഞ 2 മിനിറ്റിന് ശേഷം ഒന്ന് ആഘോഷിക്കുക. ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. നമ്മുടെ തലച്ചോറ് പ്രതിഫലങ്ങളെ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അനുഭവമില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ നമുക്കൊന്നുകൂടി ഉഷാറുണ്ടാകില്ലേ? അപ്പോൾ നമുക്ക് തന്നെ ആ റിവാർഡ് കൊടുക്കുമ്പോൾ അത് നമ്മളെ പഠിപ്പിക്കും. തുടക്കം കുഴപ്പമില്ല, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, എനിക്കത് വീണ്ടും ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിന്ന് ആരാധനയോടെ നോക്കുന്ന, അല്ലെങ്കിൽ അസൂയയോട് കൂടി നോക്കുന്ന എല്ലാവരും ചെറുതായി തുടങ്ങിയവരല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ സിനിമാ നടന്മാരും ഒരു സീനിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാവും, അല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആ ഫസ്റ്റ് എഴുതിയ സെൻറ്റൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുക. നിങ്ങൾ കാണുന്ന മിക്ക വലിയ വലിയ ബിസിനസ്സുകാരും തുടങ്ങിയത് ചെറിയ ഒറ്റമുറി കടയിൽ നിന്നാവും. അവരൊന്നും ഒരിക്കലും പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ അവർ തുടങ്ങി, മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ തീയാണെന്ന് സങ്കല്പിക്കുക. തീയില്ലേ? ഇപ്പോൾ ഒരു തീപ്പൊരി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്. ആ തീപ്പൊരിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ. നിങ്ങളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും ആ തീപ്പൊരിയിലേക്കുള്ള ഇന്ധനം നിറയ്ക്കുകയാണ് ചെയ്യുക, പെട്രോൾ വയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കുക, ആ തീപ്പൊരി ഒരു തീഗോളമായി ആളിക്കത്തുന്നവരെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണെന്ന് തോന്നുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം നിങ്ങൾ ആ ജോലി ചെറുതാക്കുക, എളുപ്പമുള്ളതാക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ദിനചര്യകൾ, റൂട്ടീൻസ് ഉണ്ടാക്കുക. അടുത്തത് എന്ത് കാര്യം 2 മിനിറ്റ്സ് റൂൾ വെച്ച് തുടങ്ങുക. അത്രയും ചെയ്താൽ മതി. ഒരിക്കലും പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം. അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതായാലും ന്യൂ ഇയർ ആയില്ലേ, അപ്പോൾ തുടങ്ങാം എന്ന് പറയാതെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരിക്കലും പെർഫെക്റ്റ് ആവേണ്ടതില്ല, പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്താൽ മതി, സ്ഥിരതയോടെ ചെയ്താൽ മതി. നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ മാറ്റങ്ങൾ നിങ്ങളുണ്ടാക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് ചെറിയ സ്റ്റെപ്പാണ് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി എടുത്തത്, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത്? താഴെ കമൻ്റായിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്തായാലും പറയണം. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.